കോൺഗ്രസുകാരെ നിങ്ങൾ കണ്ണു തുറന്നൊന്ന് കാണുക, നോക്കുക. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വികസന സദസ്സിലിരിക്കുന്ന മുഖ്യനെ നിങ്ങൾ കാണാതെ പോകരുത്. കോൺഗ്രസിലെ ചുണക്കുട്ടന്മാരെ എല്ലാം വെട്ടി വെട്ടി മൂപ്പര് പറഞ്ഞു വെക്കുന്നത് ഞാനും എന്നെ കപ്പിത്താൻ എന്ന് വിളിച്ചു പിന്നാലെ നടക്കുന്നവരും മാത്രമേ ഇവിടെ ജയിക്കാവൂ എന്നാണ്. പണ്ടൊരു കവി സ്വപ്നം പറഞ്ഞതുപോലെ സ്വപ്നം കാണുന്ന കണ്ണേ സത്യം കാണുക. മുഖ്യമന്ത്രി കസേര ഏതെങ്കിലും ഒരു നേതാവ് വെറുതെയെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മുഖ്യന്റെ കുതന്ത്രമെന്ന സത്യം നിങ്ങൾ കാണാതെ പോകരുത്. അല്ലെങ്കിൽ എന്തു വിളിച്ചു പറയാനാണ്? പൂച്ച പെറ്റു കിടക്കുന്ന ഖജനാവിൽ നിന്ന് വീണ്ടും വികസനം പറയാൻ ഈ മുഖ്യൻ പന്തലു കെട്ടുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. മാങ്കൂട്ടത്തെ പിച്ച് ചീന്തി മാധ്യമപ്പടയ്ക്ക് മുന്നിൽ എറിഞ്ഞു കൊടുത്തത് വെറുതെയായി എന്ന് ഈ പറഞ്ഞ കൂട്ടർക്കൊക്കെ മനസ്സിലായി. സഭയിലേക്ക് കയറി വരാൻ മാങ്കൂട്ടം കാണിച്ച നെഞ്ചുവിരവിൽ ഇരട്ടച്ചങ്കൻ തകർന്നു എന്ന് ആരും പറയാതെ തന്നെ സകലർക്കും മനസ്സിലായി. സത്യത്തിൽ മാങ്കൂട്ടം വിഷയത്തിൽ പാർട്ടി പുറത്താക്കലടക്കം 24 മണിക്കൂറിന്റെ ചൂടൻ നടപടി വി ഡി സതീശൻ എടുത്തപ്പോൾ സൈബറിടങ്ങളിൽ വീടി നിന്ന് കത്തി. ഇതോടെ പിണറായിയും കൂട്ടരും കരുതിയത് കോൺഗ്രസിൽ തർക്കം തുടങ്ങി, നേതാക്കൾ പലതട്ടിലായി. അങ്ങനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ലീഡർ പരിവേഷം കിട്ടിയ വി ഡി സതീഷിനെ ഒതുക്കാനായി എന്നാണ്. ഷാഫിയെ പണ്ടേക്ക് പണ്ടേ ഒതുക്കി, അബിൻ വർക്കിയെ കട്ടപ്പയാക്കി കുഴിയിൽ തള്ളി. യൂത്ത് കോൺഗ്രസും പാലക്കാട് നാഥനില്ല കളരിയായി. അതുകൊണ്ട് ഇനി തല പൊക്കാനുള്ളത് ലീഗ് മാത്രമേയുള്ളൂ. പി കെ ഫിറോസിനെയും കഞ്ചാവ് കേസിൽപ്പെടുത്തി ആ യുവതലയും മറുത്തു കളയാൻ കലാപരിപാടി. ഏറെക്കുറെ സൈബർ ഇടങ്ങളിലും പിണറായിക്ക് ഒത്താശ പാടുന്ന മാധ്യമങ്ങളിലുമെല്ലാം വൈറൽ. പെണ്ണുപിടിയന്മാരും കഞ്ചാവ് വീരന്മാരും മുഖ്യമന്ത്രി കൊതിയന്മാരുമൊക്കെയായി എല്ലാം കളർ. അവിടെയാണ് വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് അല്പം വർഗീയതയും വടക്കേ ഇന്ത്യൻ മോഡൽ ഹിന്ദുത്വ പ്രീണന അയ്യപ്പ സംഘവുമൊക്കെ. പിന്നാലെ വികസന സദസ്സും. ഇനിയുള്ള 7 മാസക്കാലത്തേക്ക് ഇതൊക്കെ ധാരാളമാണ്. ഇതവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, നിങ്ങൾ കണ്ണു തുറന്ന് ഈ കലാപകരെ തുരത്താനുള്ള വഴി കണ്ടുപിടിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. 10 നേതാക്കൾ 20 അഭിപ്രായങ്ങൾ ഒഴിവാക്കണം. ചാണ്ടിയുമ്മനെ പോലെ നടന്ന് വീട് കയറി ഈ സർക്കാരിന്റെ പൊള്ളത്തരങ്ങളെ പൊളിക്കണം. അങ്ങനെ വോട്ട് പെട്ടിയിലാക്കണം. പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, നാളെ ചെയ്യേണ്ടുന്നത് ഇന്നു ചെയ്യണം. ഇന്നു ചെയ്യേണ്ടുന്നത് ഇപ്പോൾ ചെയ്യണം. ഇപ്പോൾ ചെയ്യേണ്ടുന്നത് അപ്പപ്പോൾ ചെയ്യണം. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല.